നമസ്കാരം. കോൺഗ്രസ് SDPI ബാന്ധവത്തിന്റെ പ്രോഡക്റ്റാണ് വാമനപുരം സീറ്റിലെ സുധീർ ഷാ പാലോട് എന്നുള്ള ആരോപണം കോൺഗ്രസിനുള്ളിൽ ശക്തമാവുകയാണ്. വളരെ അപ്രതീക്ഷിതമായിട്ടാണ് വാമനപുരം മണ്ഡലത്തിൽ സുധീർ ഷാ പാലോട് എന്ന വ്യക്തിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത്. സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചതിന് ശേഷം കോൺഗ്രസിനകത്തെ ഒരു വലിയ വിഭാഗം കടുത്ത അമർഷത്തിലാണ്. സുധീർ ഷാ പാലോട് ആരെന്ന് ചോദിച്ചാൽ വളരെ ജൂനിയർ ആയിട്ടുള്ള ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വാമനപുരം മണ്ഡലത്തിലെ ഒരു ഡിവിഷനിൽ നിന്ന് മത്സരിച്ച് ജയിച്ച വ്യക്തിയാണ്. ആ ഒരു ജയം മാത്രമാണ് അയാളുടെ ഒരു ആനുകൂല്യമായിട്ട് എടുത്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് BRM ഷഫീറിനെ പോലുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കന്മാർ തലസ്ഥാനത്തുണ്ടായെന്നിരിക്കെ SDPIയുടെ പിടിവാശിയും ഷാഫിയും SDPIയും തമ്മിലുള്ള അഗാധമായ ബന്ധമാണ് ഈ സീറ്റ് നിർബന്ധപൂർവ്വം ഷാഫി പിടിച്ചു വാങ്ങി സുധീർ ഷാ പാലോടിന് കൊടുത്തു എന്ന ആരോപണം ഉയർന്നു വന്നിരിക്കുന്നത്. ഇതിന്റെ പേരിൽ രാജി വരെ ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച NS നുസൂർ എന്ന വ്യക്തി ഇതിനെ സംബന്ധിച്ച് ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. നാട് ശ്രദ്ധിക്കേണ്ടതാണ്. വാമനാപുരം നിയോജക മണ്ഡലത്തിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായി ശക്തമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി അദ്ദേഹത്തിന് ഉറപ്പു നൽകി അദ്ദേഹം പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ഏറ്റവും അവസാനം അദ്ദേഹത്തെ പരിഗണിച്ച് അദ്ദേഹത്തിന്റെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളൊക്കെ ആരംഭിച്ചു വരുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്തിൽ മത്സരിച്ച് വിജയിച്ച എന്ന് പറയുന്നത് കോട്ട തകർത്തു എന്നുള്ളതല്ല. കേവലം 6-7 തെരഞ്ഞെടുപ്പിൽ 3 പ്രാവശ്യം കോൺഗ്രസും 4 പ്രാവശ്യം CPM വിജയിച്ച ജില്ലാ പഞ്ചായത്ത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു SDPIയുടെ നേതാക്കളുടെ നിർദ്ദേശമനുസരിച്ച്, ആവശ്യമനുസരിച്ച്, അവരുടെ പിടിവാശി അനുസരിച്ച്, SDPI നേതൃത്വം പറഞ്ഞതനുസരിച്ച് ആ സ്ഥാനാർത്ഥിയെ രാഖി രാമാനം പാലോട് രവി എന്ന് പറയുന്ന മുതിർന്ന നേതാവിനെ വെട്ടിമാറ്റി മറ്റ് 2 നേതാക്കളും പരിഗണനാ പട്ടികയിലുണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെ നിലനിൽക്കുമ്പോൾ തന്നെ പാലോട് രവിയെ മാറ്റി പകരം SDPIയുടെ പിന്തുണ കിട്ടുമെന്നുള്ളതിന്റെ പുറത്ത് SDPIയുടെ സ്ഥാനാർത്ഥി, SDPIയുടെ ഏറ്റവും വലിയ ശക്തമായി വാദിക്കുന്ന ആളുകളുടെ വാക്ക് കേട്ടുകൊണ്ട് എന്തിനാണ് അവിടെ സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചത്? പാലോട് രവി പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷമാണ് അപ്രതീക്ഷിതമായിട്ട് അദ്ദേഹത്തെ വെട്ടിക്കൊണ്ട് നൂലിൽ കെട്ടി സുധീർ ഷാ പാലോടിനെ അവിടെ ഇറക്കുന്നത്. കാര്യം, ഈ മണ്ഡലത്തിൽ SDPIക്ക് കുറച്ച് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളുണ്ട്, ഇടങ്ങളുണ്ട്. ആ ഇടങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദമാണ് സുധീർ ഷാ പാലോടിന് ഷാഫി മുഖേന സീറ്റ് ഉറപ്പാക്കിയിരിക്കുന്നത്. നേരത്തെയും സുധീർ ഷാ പാലോടുമായിട്ട് ഷാഫി പ്രത്യേക ബന്ധം സൂക്ഷിച്ചിരുന്നു. കാര്യം, നമ്മുടെ നാട്ടിൽ ഒരു യൂത്ത് നേതാവ് മറ്റൊരു യൂത്ത് നേതാവുമായി ബന്ധം സ്ഥാപിക്കുന്നതിൽ എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു പ്രത്യേകതയുമില്ല. പക്ഷേ തലസ്ഥാനത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഷാഫി പറമ്പിൽ പ്രചരണത്തിന് വന്ന 2-3 സ്ഥാനാർത്ഥികളിൽ ഒരാളായിരുന്നു സുധീർ ഷാ പാലോട്. അതെന്താണ്? സുധീർ ഷാ പാലോടിന് വേണ്ടി മാത്രം അദ്ദേഹം വെഞ്ഞാറമൂടിൽ റോഡ് ഷോയ്ക്ക് വന്നത്. അതിൻ്റെയൊക്കെ ദൃശ്യം നോക്കിയേ. അപ്പോൾ സ്വാഭാവികമായിട്ടും SDPI മത്സരിക്കുന്നുണ്ടെന്ന് പുറത്ത് പ്രചരിപ്പിച്ചുകൊണ്ട് അണ്ടർഗ്രൗണ്ടിൽ കൂടി ഇവർ പലരെയും സ്ഥാനാർത്ഥിയാക്കി കോൺഗ്രസിനകത്ത് തന്നെ കെട്ടിയിറക്കിയിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുകയാണ്. കോൺഗ്രസിനകത്തെ വലിയൊരു പക്ഷം, പ്രത്യേകിച്ച് ഭൂരിപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർ കടുത്ത അമർഷത്തിലാണ്. കാര്യം, അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ, പ്രത്യേകിച്ച് വാമനപുരം മണ്ഡലത്തിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് സ്ഥാനാർത്ഥികളാകുന്നവരുടെ അർഹതയെല്ലാം വെട്ടിക്കൊണ്ടും ഒപ്പം തന്നെ മത്സരിക്കാൻ മറ്റ് കാൻഡിഡേറ്റുകൾ ഉണ്ടെന്നിരിക്കെ മുതിർന്നവരെ എല്ലാം പരിഗണിക്കാതെ ഇങ്ങനെ SDPI ആവശ്യപ്പെട്ടത് പ്രകാരം വാമനപുരം മണ്ഡലത്തിൽ ഷാഫി പറമ്പിലൂടെ ഇങ്ങനെ ഒരു സീറ്റ് കൈമാറുമ്പോൾ സ്വാഭാവികമായിട്ട് അസ്വാരസ്യം ഉണ്ടാകണ്ടേ? ഷഫീർക്കയുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ പരിതാപകരമാണ്. അദ്ദേഹത്തിന് സീറ്റ് കൊടുത്തില്ല. പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വാമനപുരം എന്ന മണ്ഡലത്തിലേക്ക് ഇങ്ങനെ ഒരു ജൂനിയർ വ്യക്തിയെ സ്ഥാനാർത്ഥിയാക്കാനുള്ള എന്ത് പരിഗണനയാണ്, എന്ത് യോഗ്യതയാണെന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിന് SDPIയുമായി നല്ല ബന്ധമുണ്ട്. ആ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ ന്യൂനപക്ഷ വോട്ടുകൾ ഷാഫിയിലൂടെ അവിടെ കേന്ദ്രീകരിക്കാമെന്നാണ് കരുതുന്നത്. അപ്പോൾ ഷാഫി എന്ന് പറയുന്ന ആരാണ്? സുഡാപ്പികളുടെ രാജകുമാരനായിട്ട് ഷാഫി മാറിയിട്ടുണ്ട്. ഇത്രയും വർഗീയതയുള്ള മറ്റൊരു യൂത്ത് നേതാവ് ഇന്ന് കേരള രാഷ്ട്രീയത്തിൽ ഇല്ല എന്നാണ് യാഥാർത്ഥ്യം. നാക്കുകൊണ്ട് മാത്രം മതേതരനും പ്രവൃത്തി കൊണ്ട് ഒരു അഖില ലോക വർഗീയവാദിയുടെ എല്ലാത്തരം സ്വഭാവങ്ങളും കേരളത്തിലെ ന്യൂനപക്ഷ വർഗീയതയ്ക്ക് വേണ്ടി ചെയ്യുന്ന വ്യക്തിയാണ് ഷാഫി. അതുകൊണ്ടാണ് സുഡാപ്പികൾക്ക് ഷാഫിയിൽ വലിയ പ്രതീക്ഷ. ഷാഫിയെ പോലുള്ളവർ അധികാരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്കിവിടെ യഥേഷ്ടം വളരാം. അതിന് നല്ലൊരു മണ്ണാണ് ഷാഫി എന്നതുകൊണ്ട് തന്നെ ഷാഫിയുടെ മറപിടിച്ച് കോൺഗ്രസിനകത്ത് SDPIയുടെ ഒരു വലിയ വിഭാഗം കടന്നു കയറുന്നുണ്ട് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് MS നുസൂറിനെ പോലെയും തലസ്ഥാനത്തെ തന്നെ പ്രമുഖരായിട്ടുള്ള പല യൂത്ത് നേതാക്കന്മാർ
നേതാക്കന്മാർക്ക് സീറ്റ് നിഷേധിച്ചിട്ടുണ്ട്. അവരും ഇക്കാര്യം അടക്കം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്, സുധീർ ഷാ പാലോട് എന്ന വ്യക്തിക്ക് അനർഹമായിട്ട് ഇങ്ങനെ ഒരു സീറ്റ്, അതായത് സംസ്ഥാനത്ത് പലർക്കും സീറ്റ് നിഷേധിക്കപ്പെടുന്ന സാഹചര്യത്തിൽ പുതുതായി കടന്നു വന്ന ഒരു വ്യക്തിക്ക് നേരെ ജില്ലാ പഞ്ചായത്തിൽ മത്സരിക്കാൻ അവസരം കിട്ടിയതിന് പിന്നാലെ അദ്ദേഹത്തെ നിയമസഭാ മണ്ഡലത്തിലേക്ക് മത്സരിപ്പിക്കാൻ വേണ്ടി അവസരമുണ്ടാക്കാനുള്ള എന്ത് കഴിവും യോഗ്യതയും എന്ന് ചോദിച്ചാൽ അദ്ദേഹത്തിനുള്ള SDPI ബന്ധമാണെന്ന് ആരോപിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണ്. കോൺഗ്രസ് നേതാക്കന്മാർ ഇക്കാര്യങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് ഷാഫി നടത്തിയ പ്രത്യേക ഇടപെടലിലൂടെ SDPIയുമായി ബന്ധമുള്ള ഒരു വ്യക്തിക്ക് SDPI സ്വാധീനം നിലനിർത്താൻ വേണ്ടി ഇങ്ങനെ ഒരു സീറ്റ് വാങ്ങിക്കൊടുത്തു എന്ന് കൃത്യമായി വെളിവാകുകയാണ്.